നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാശ്രയത്തിൽ പ്രതിപക്ഷ സമരം സർക്കാർ പൊളിച്ചു. MLA-മാരുടെ നിരാഹാര സമരം നിർത്തി. ഫീസ് കുറയ്ക്കാതെ ഇരിക്കാൻ മാനേജ്മെന്റുകളെ മുഖ്യമന്ത്രി വിരട്ടിയെന്ന് ചെന്നിത്തല. വെറുതെ പഴിക്കുന്നുവെന്ന് പിണറായി. നിയമസഭ 17 വരെ പിരിഞ്ഞു. അംഗങ്ങൾ വളരെ നിർഭാഗ്യകരമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവായി സീറ്റിലേക്ക് തിരിച്ചു പോകണം. പ്രതിപക്ഷ യുവജന മാർച്ചുകളിൽ സംഘർഷം. കരാർ ഒപ്പിടാത്ത മാനേജ്മെന്റുകളെ പിന്തുണച്ച് സർക്കാർ. ഉറി ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ തെളിവില്ലാതെ ഇന്ത്യ കുറ്റപ്പെടുത്തുന്നുവെന്ന് നവാസ് ഷെരീഫ്. കശ്മീർ അടക്കം ഏത് വിഷയത്തിലും ചർച്ചയാകാം. ഇന്ത്യ പാക് തർക്കം ചർച്ച ചെയ്യില്ലെന്ന് UN രക്ഷാസമിതി പ്രസിഡന്റ്. മിന്നലാക്രമണത്തിന്റെ ദൃശ്യം പുറത്തുവിടാമെന്ന് സേന. KSRTC-യിലെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരം. 70 കോടിയുടെ വായ്പ നൽകാമെന്ന് SBT സമ്മതിച്ചു. നാളെ തന്നെ ശമ്പള വിതരണം തുടങ്ങുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജീവനക്കാരുടെ പണിമുടക്ക് മൂലം ജനം വലഞ്ഞു. രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 3 ശാസ്ത്രജ്ഞർ പങ്കിട്ടു. പുരസ്കാരം ഏറ്റവും ചെറിയ തന്മാത്രാധിഷ്ഠിത യന്ത്രഘടന വികസിപ്പിച്ചതിന്. It is time to roll in Kochi. Let's football. Match day number 5. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2ാം അംഗത്തിന് തുടക്കം. കൊൽക്കത്ത എതിരാളികൾ ഗോൾ രഹിതമായി കളി പുരോഗമിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ആരോൺ ഹ്യൂഗ്സ് ഇല്ല. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. സ്വാശ്രയ ഫീസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് UDF MLA-മാർ നിയമസഭയിൽ നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു. നിയമസഭ ഇന്ന് താൽക്കാലികമായി പിരിഞ്ഞ സാഹചര്യത്തിലാണ് MLA-മാരുടെ സമരം നിർത്താൻ UDF തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ തനിനിറം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായത് സമരത്തിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ സമരം പരാജയപ്പെട്ടതിന് ആരെയെങ്കിലും കുറ്റപ്പെടുത്തേണ്ടേ എന്ന് കരുതി തന്നെ കുറ്റം പറയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഒരു ദിവസത്തെ സമ്മേളനം വെട്ടിച്ചിരിക്കെ സഭ നേരത്തെ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് സമരം നിർത്താൻ UDF തീരുമാനിച്ചത്. സമരം തീർക്കാനുള്ള ചർച്ചകൾ അടഞ്ഞ അധ്യായമായതോടെ MLA-മാരുടെ നിരാഹാരം തുടരേണ്ടെന്ന തീരുമാനത്തിൽ UDF യോഗം എത്തുകയായിരുന്നു. ഇനി 11 ദിവസത്തിന് ശേഷം മാത്രമേ നിയമസഭ സമ്മേളിക്കൂ എന്നതിനാലും തുടർച്ചയായ അവധി ദിവസങ്ങൾ മുന്നിൽ നിൽക്കുന്നതിനാലും സമരം തുടരുക UDF-ന് ദുഷ്കരമായിരുന്നു. സമരം രാഷ്ട്രീയ വിജയമായി വിലയിരുത്തി പിൻവലിക്കാൻ UDF നിർബന്ധിതമായി. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും തനിനിറം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതാണ് സമരത്തിന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന്റെ മുഖ്യമായ റോൾ എന്താണ്? ഗവൺമെന്റിന്റെ തെറ്റുകളെ തുറന്നു കാണിക്കുക, ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുക. ആ കാര്യത്തിൽ ഞങ്ങൾ 100% വിജയിച്ചിരിക്കുകയാണ്. അതിന് ഇനിയും തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്കോളർഷിപ്പ് എന്ന സമവായ ഫോർമുല മുഖ്യമന്ത്രിയും മാനേജ്മെന്റുകളുമായുള്ള ചർച്ചയിൽ ഉയർന്നു വരാതായതോടെയാണ് സമരം വിജയിക്കാനുള്ള സാധ്യത മങ്ങിയത്. മാനേജ്മെന്റുകളെ മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയെന്ന പ്രതിപക്ഷാരോപണത്തെ മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തു. അവരൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചില്ല. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ കുറ്റം പറയാൻ പറ്റുന്ന ഒരാൾ ഞാനാണെന്നുള്ളതുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതല്ലാതെ എനിക്കൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം പ്രതിപക്ഷം നയിച്ച പ്രധാന സമരമാണ് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്താതെ അവസാനിക്കുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് വിട്ടുപോയിട്ടും പ്രതിപക്ഷ ശക്തി ചോർന്നില്ലെന്ന് തെളിയിക്കാൻ സമരത്തിന് കഴിഞ്ഞെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ കോൺഗ്രസ് MLA റോജി ജോൺ, CPM MLA TV രാജേഷ്, BJP സംസ്ഥാന വക്താവ് JR പത്മകുമാർ, സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KM മൂസ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റോജി ജോൺ, ഈ സമരം നിങ്ങൾ തുടങ്ങിയത് സ്വാശ്രയ മെഡിക്കൽ ഫീസ് കുറയ്ക്കണം, അതുവരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷേ സമരം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഇപ്പോൾ താൽക്കാലികമായി സമരം നിർത്തിയെന്ന് പറഞ്ഞാൽ 17 നിയമസഭ തുടങ്ങുമ്പോൾ ഈ സമരം ഇതേ ഊർജ്ജത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല. കാരണം ദിവസങ്ങൾ പോകുന്തോറും അഡ്മിഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു, അതോടുകൂടി ക്ലാസുകൾ തുടങ്ങുന്നു, പിന്നീട് അതിൻ്റെ പ്രസക്തി കുറഞ്ഞു വരികയാണ്. ഈ സമരം പരാജയപ്പെട്ടു എന്ന് പറയുന്നതല്ലേ നല്ലത്? ഈ സമരം പരാജയപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഈ സമരം അവസാനിച്ചു എന്നോ ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സമരത്തിൽ ജയമോ പരാജയമോ ഇല്ല. ഞങ്ങൾ എന്താണ് ഈ സമരത്തിലൂടെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത്?
സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം ഉണ്ടായിരിക്കുന്ന മുൻപെങ്ങുമില്ലാത്ത രീതിയിലുണ്ടായിരിക്കുന്ന ഫീസ് വർധനവ് അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് തുടങ്ങിവെച്ച പ്രതിഷേധം അത് UDF ഏറ്റെടുത്തുകൊണ്ട് പിന്നെ നിയമസഭയ്ക്കകത്തും UDF ശക്തമായ ഒരു പോരാട്ടം നടത്തി. ഞങ്ങൾ നടത്തിയ പോരാട്ടം അവിടെ പ്രതിപക്ഷത്തിന് ജയിക്കുവാനോ അല്ലെങ്കിൽ സർക്കാരിനെ തോൽപ്പിക്കുവാനോ ഉള്ള സമരമല്ല ഞങ്ങൾ നടത്തിയത് ഈ ഫീസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടും സർക്കാർ ഈ വിഷയത്തിൽ കാണിച്ചിരിക്കുന്ന ഇരട്ടത്താപ്പ് നയം അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്ന തരത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് അത് പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുവാനും സാധാരണ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സഹായിക്കുവാനുമായിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇവിടെ സമരം അവസാനിക്കുന്നില്ല. സമരം നിങ്ങൾക്കറിയാം, നിയമസഭ നാളെ വരെ ചേരേണ്ടിയിരുന്ന നിയമസഭ ഈ സമരം ഇത്ര ശക്തമായി മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് നിയമസഭയിൽ മറുപടി പറയാൻ സാധിക്കാതെ സർക്കാർ ഇന്ന് പെട്ടെന്ന് നിയമസഭ യാതൊരു കാരണവും കൂടാതെ ഇന്ന് അടിയന്തരമായിട്ട് നിർത്തിവെക്കുകയാണ്. അപ്പോൾ MLA എന്ന നിലയ്ക്ക് MLA നിയമസഭയ്ക്കകത്ത് നടത്തുന്ന സമരം നിയമസഭാ സമ്മേളനം നടക്കാത്ത അവസരത്തിൽ ഇനി 17-ാം തീയതി മാത്രമേ നിയമസഭാ സമ്മേളനം നടക്കുകയുള്ളൂ എന്ന അവസരത്തിൽ നിയമസഭയ്ക്കകത്ത് ഈ നിരാഹാര സമരം തുടരുന്നതിനകത്ത് കാര്യമില്ല എന്ന് UDF നേതൃത്വം വിലയിരുത്തിയത് കൊണ്ടാണ് നിരാഹാര സമരം ഈ നിയമസഭയ്ക്കകത്ത് അവസാനിപ്പിച്ചത്. ഇതുകൊണ്ട് ഇവിടെ സമരം അവസാനിക്കുന്നില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവും മറ്റ് UDF നേതാക്കളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സമരം നിയമസഭയ്ക്ക് പുറത്ത് സംസ്ഥാന വ്യാപകമായിട്ട് അല്ലെങ്കിൽ ഫീസ് കുറയ്ക്കാമെന്ന് മാനേജ്മെന്റുകൾ പറയുന്നില്ല. ഇനി ഏതെങ്കിലും സ്കോളർഷിപ്പ് കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ എന്ന് അവരെന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തോടുകൂടി പൊളിക്കുകയും ചെയ്തു. ഇനി ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാവി അതുകൂടി കണക്കിലെടുക്കണ്ടേ? നേരത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു, സമരം തുടങ്ങുന്നവർ ഓർത്തോണം ഇതെങ്ങനെ അവസാനിപ്പിക്കണം, അതിനുള്ള വഴി കൂടി കണ്ടോണം എന്ന്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? തീർക്കാനുള്ള ഒരു പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ലല്ലോ, അല്ലെ എത്താനുള്ള സാധ്യത പോലും ഇല്ലല്ലോ. ഇത് ഫീസ് കുറയ്ക്കാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു സർക്കാർ മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാമെന്ന് സ്വമേധയാ സമ്മതിച്ച് മുൻപോട്ട് വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അതിനെതിരെ നിൽക്കുകയാണ്. ഫീസ് കുറയ്ക്കാൻ ഒക്കത്തില്ല, അത് ഫീസ് കുറച്ചാൽ സർക്കാരിന് പരാജയമാകും, അദ്ദേഹത്തിൻ്റെ ദുരഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സംസ്ഥാനത്ത് നല്ല ഈ രാജ്യത്ത് തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ സമരം നിയമസഭാ സമ്മേളനം കൂടാതെ അവസാനിച്ച അവസരത്തിൽ ഈ സമരം പുറത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് നാളെ UDFിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം 15-16 തീയതികളിൽ സംസ്ഥാനത്തൊട്ടാകെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനസദസ്സുകൾ സംഘടിപ്പിക്കാൻ KPCCയും UDFും തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിൽ നിന്ന് ഉയരുന്ന ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് 17-ാം തീയതി വീണ്ടും നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്ത് പോരാട്ടം നടത്തും. അതുകൊണ്ട് ഇവിടെ ഈ സമരം അവസാനിച്ചിട്ടില്ല. രണ്ടാമത് ഈ സമരത്തിനകത്ത് ഞങ്ങൾ രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരത്തിനുണ്ടായിരുന്നത്. ഒന്ന്, ഫീസ് കുറയ്ക്കുക, വിദ്യാർത്ഥികളുടെ താല്പര്യം, രക്ഷിതാക്കളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന്. രണ്ട്, ഈ വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന ഇരട്ടത്താപ്പ് നയം, മാനേജ്മെൻറ്റുകളെ സഹായിക്കാൻ എടുത്തിരിക്കുന്ന നിലപാട്, മാനേജ്മെൻറ്റുകളുമായിട്ടുള്ള ഒത്തുകളി, മുൻപെങ്കും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഫീസ് വർധനവ്, ഇതിനൊക്കെ സർക്കാർ കൂട്ടുനിന്ന നടപടി അത് പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, അതാണ് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ വിശദീകരണം. ഞാൻ താങ്കളിലേക്ക് വരാം. TV രാജേഷ് അല്പസമയത്തിനകം ചർച്ചയിൽ പങ്കെടുക്കുന്നു. രാജേഷിനും നമ്മൾക്ക് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ K. മൂസ, ഇതിപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം, പ്രതിപക്ഷവുമായി വളരെ വിശദമായി ചർച്ച നിങ്ങൾ നടത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയും ഒക്കെ കാണാൻ പോയത് എന്നാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെത്തിയായിരുന്നു നിങ്ങളുടെ നേതാക്കളൊക്കെ, താങ്കളും ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ കൂടിക്കാഴ്ച നടത്തിയത്. നിങ്ങൾ എന്ത് തീരുമാനമെടുത്തിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത് ഇന്നലെ? ഈ വിഷയം നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത് ഇന്നലെ രാവിലെ 11:30 മണിക്കാണ് തീരുമാനിച്ചതും. അതിന് ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും നോട്ടീസ് അയക്കുകയും ഞങ്ങളടക്കം തിരുവനന്തപുരത്ത് ഞാനടക്കം പോവുകയും ചെയ്തു. 2 ദിവസം മുമ്പ് തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ
ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങളാരും പോയത്. അവിടെ ചെന്നപ്പോഴുണ്ടായ കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളവിടെ പോവുകയും, അപ്പോൾ ആ യോഗത്തിൽ ഞങ്ങളുടെ യോഗത്തിന് മുമ്പായിരിക്കും എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളിവിടെ പോയി. ശരിയാണ്, പോയി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത് അതിനുശേഷം ഞങ്ങൾ രാവിലെ ആ യോഗമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷവും ആ യോഗം പെട്ടെന്ന് തന്നെ മാറ്റി 12 മണിക്കാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ യോഗം 11:30 മണിക്ക് തുടങ്ങി. പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നിയമസഭാ മന്ദിരത്തിലാണ് ഇന്നലെ നിയമസഭ നടക്കുന്ന സമയമായതുകൊണ്ട് അവിടെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ പോയി. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ എത്തുമ്പോൾ 12:15 മണിയായി. 15 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആരോഗ്യമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ആരോഗ്യമന്ത്രി പറഞ്ഞു ഇനി 3 മണിക്കാണ് ചർച്ചയുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു. ചർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതിനു മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസമോ ഒന്നും ഞങ്ങൾക്ക് ഈ വിവരങ്ങളൊന്നും അറിയില്ല. ഞങ്ങളുടെ അസോസിയേഷൻ്റെ മീറ്റിങ്ങിനാണ് ചെന്നത്. ഏതായാലും ആരോഗ്യമന്ത്രിയുമായി അവിടെ ഒരു 15 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. 3 മണിക്ക് മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു. ഈ വിവരങ്ങളല്ലാതെ ഞങ്ങൾക്കിതിന് മുൻകൂട്ടിയുള്ള യാതൊരു വിവരങ്ങളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളതിന് ശേഷം പോയി ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ച് 3 മണിക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു. 3 മണിക്ക് മുഖ്യമന്ത്രിയെ കണ്ടു. പക്ഷേ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പായിട്ട് ആരോഗ്യമന്ത്രിയെ കണ്ടിറങ്ങിയപ്പോൾ നിയമസഭാ മന്ദിരമല്ലേ, ഒരേ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടായി. ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. പറഞ്ഞ കാര്യം പ്രതിപക്ഷ നേതാവിനെ കണ്ടു എന്ന് സമ്മതിക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? ഈ വിഷയത്തിൽ സംസാരിച്ചു, ചില കാര്യങ്ങൾ സംസാരിച്ചു. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന കാര്യത്തിലാണ് സംസാരമുണ്ടായത്. അതിൻ്റെ വരുമാനം 4 ലക്ഷമോ 3 ലക്ഷമോ എന്ന കാര്യത്തിൽ വലിയ തർക്കം തന്നെ നടന്നു. ഒടുവിൽ 3 ലക്ഷം എന്നത് ഏറെക്കുറെ അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ 30% കുട്ടികൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുമെന്ന് നിങ്ങൾ പ്രതിപക്ഷ നേതാക്കളെ ബോധ്യപ്പെടുത്തി. ഇത്രയും ഉണ്ടായതിനു ശേഷം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആരോഗ്യമന്ത്രിയെ വിളിക്കുന്നു, സമരം തീരുന്നു എന്നൊരു സൂചന, ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. അതിനുശേഷം നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രി ഇതെല്ലാം പൊളിച്ചു. ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇത് ശരിയാണോ? ഇല്ല, ഒരിക്കലും അതല്ല. ഇതിൻ്റെ വാസ്തവം അതല്ല. ഇതിനകത്തുണ്ടായ കാര്യം, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞങ്ങളുടെ തന്നെ അസോസിയേഷനിൽപ്പെട്ട എന്നാൽ MES-ഉമായി ബന്ധപ്പെട്ട MES-ൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ള പ്രോഗ്രാമിൽ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അതൊക്കെ നിൽക്കട്ടെ, അത് ശരിയാണ്. ആ അഭിപ്രായത്തിന് ശേഷം ഞങ്ങൾ അടിസ്ഥാനത്തിൽ തുടർന്നുണ്ടായ ചർച്ചയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇതേമാതിരി ഞങ്ങളുമായി സംസാരിച്ചു. ആ നിയമസഭയ്ക്കകത്ത് വെച്ച് അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഞങ്ങളുടെ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു ചർച്ചയ്ക്കും ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നു, എന്താണ് കാര്യമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഒപ്പിട്ട എഗ്രിമെൻറ്റിൽ ഞങ്ങൾ 28-ാം തീയതി മുഴുവൻ ഈ കോളേജ് മാനേജർമാർ ഒപ്പിട്ട എല്ലാ കോളേജുകളും എല്ലാ കുട്ടികളെയും അഡ്മിറ്റ് ചെയ്തു. കുട്ടികളുടെ അഡ്മിഷൻ നടത്തി. ജെയിംസ് കമ്മിറ്റിക്ക് മുഴുവൻ പേപ്പറുകളും സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞതപ്പോൾ ശരിയല്ല, ഈ സ്കോളർഷിപ്പിന്റെ വിഷയം അവിടെ ചർച്ചയായിട്ടേ ഇല്ല. അല്ല, ഉണ്ട്, ചർച്ചയായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഞങ്ങളോട് സംസാരിച്ചു. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ നിലപാടെന്താണെന്ന് ചോദിച്ചു. അസോസിയേഷനെ പ്രത്യേകിച്ച് യാതൊരു നിലപാടുമില്ല. അസോസിയേഷൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ MES-ൻ്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഈ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസുമായി സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത്. ഇനി മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാമെന്നല്ലാതെ ഞങ്ങൾക്കിനി പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനോട് നിർദ്ദേശം വന്നിരുന്നുവെങ്കിൽ പരിഗണിക്കാമായിരുന്നു. അല്ല, CM-ൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിർദ്ദേശം എന്നതിനകത്ത് പറയാൻ കഴിയില്ല. CM ചെന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം
CM പറഞ്ഞത് അതിനകത്ത് എന്താണ് ഇതിനിങ്ങനെ ഒരു എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങളെങ്ങനെ എഗ്രിമെൻറ്റ് മാറ്റാനോ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് വരാം, നമുക്ക് അതിലേക്ക് വരാം. ശ്രീ TV രാജേഷ്, ഇവിടെ ഒരു സമരം നടക്കുകയാണല്ലോ. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ നിയമസഭയിൽ നിരാഹാരം നടക്കുന്നു, പുറത്ത് യുവജന സംഘടനകളൊക്കെ തെരുവിൽ സമരം നടക്കുന്നു. ഈ സമരം തീർക്കാൻ സർക്കാർ നിർദ്ദേശമൊന്നും വെക്കില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് പറയാം എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയാണോ? സമരം തീർക്കേണ്ടേ? സമരം സ്വാശ്രയ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അതിന് ഒരു മറുവശം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ സമരമുണ്ട്, നിയമസഭയ്ക്കുള്ളിലാണ് സമരം, ജനപ്രതിനിധികളാണ് സമരം നടത്തുന്നത്, പുറത്തും സമരമുണ്ട്. സ്വാഭാവികമായും ആ സമരം തീർക്കുന്നതിന് ഒരു നിർദ്ദേശം ഉയർന്നു വന്നാൽ ആ നിർദ്ദേശം, സർക്കാരിന് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിൽ എന്താണ് തടസ്സം? ഗവൺമെൻറ് ഒന്നും പറയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലാതെ സർക്കാരിന് ഇതിനകത്ത് നിർദ്ദേശമൊന്നുമില്ല എന്നൊരു നിലപാട് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക ഒരു മുഖ്യമന്ത്രിക്ക്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു അടഞ്ഞ സമീപനവുമില്ല. ഗവൺമെൻറ് ഈ കാര്യങ്ങളിൽ അങ്ങേയറ്റം തുറന്ന നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എത്ര സമരങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം സമരങ്ങളോട് നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചത്. ചർച്ച നടത്താൻ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ തിങ്കളാഴ്ച നിയമസഭ സമ്മേളിച്ചു, 25-ആം തീയതി അല്ലേ സമ്മേളിച്ചപ്പോൾ ആദ്യം തന്നെ ഇവിടെ അടിയന്തര പ്രമേയമായിട്ട് ഈ വിഷയം വന്നു. വിഷയം വന്ന ഘട്ടത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞു ചർച്ച ചെയ്യാൻ തയ്യാറ്. അങ്ങനെ ചർച്ച ആരോഗ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. ചർച്ച കഴിഞ്ഞു. അതിനുശേഷം സഭക്കകത്ത് രണ്ടാമത്തെ ദിവസം അടിയന്തര പ്രമേയം വരുന്നു. അപ്പോൾ പറഞ്ഞ എന്താണ്? ഫീസ് മാറി തലവരിയുടെ വിഷയം വന്നു. അപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു, തലവരി നടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കരാറിന് വിരുദ്ധമായി യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് തലവരി വാങ്ങുന്നുണ്ടെങ്കിൽ, അന്യായമായി പണം വാങ്ങുന്നു എങ്കിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം, വിജിലൻസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു. പിറ്റേ ദിവസം വീണ്ടും പറയുകയാണ് വിജിലൻസ് പോരാ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാം. പിന്നെ പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജ്, അതിനും സർക്കാർ അനുകൂലമായ തീരുമാനമെടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷക്കാലം പെരിയാരം ഏറ്റെടുക്കും എന്ന് പറഞ്ഞതല്ലാതെ പെരിയാരം ഏറ്റെടുക്കാൻ ഒരു നടപടിയും കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചില്ല. എന്നാൽ നിയമസഭക്കകത്ത് മുൻ മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ഈ കാര്യം മുഖ്യമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രി എഴുന്നേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞു പെരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഏറ്റെടുത്താൽ ഈ വർഷം ചേരുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രായോഗികമായ പരിഹാരം കാണാം. എന്താ പ്രതിപക്ഷത്തിൻ്റെ സമരത്തിന് മുദ്രാവാക്യം? ഏത് വിഷയത്തോടാണ് നിഷേധാത്മകമായ സമീപനം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്? ഇന്നലത്തെ ചർച്ചയെക്കുറിച്ച് നമുക്കറിയാലോ. മിനിഞ്ഞാന്ന് 3 മണിക്ക് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയും ബഹുമാനായ പ്രതിപക്ഷ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ട് അവർ പറയുന്നു മാനേജ്മെൻറ്റുകൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, മാനേജ്മെൻറ്റുമായി ചർച്ച നടത്താൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. അവിടെ ഗവൺമെൻറ് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രി ശരി, അവർ വരട്ടെ, അതിന് അവസരമൊരുക്കാം. മാനേജ്മെന്റ് മുഖ്യമന്ത്രി കാത്തിരുന്നു. ആദ്യം പറഞ്ഞു രാവിലെ വരും. മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി 8:30 മണിക്ക് മുഖ്യമന്ത്രി കാത്തുവന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് വൈകിട്ടേത്ത് 11 മണി കഴിയും. 12 മണി വരെ മുഖ്യമന്ത്രിയുടെ ആ നിയമസഭയിലെ ചേംബറിൽ കാത്തിരുന്നു. അവർ വന്നില്ല. അതിനുശേഷം 3 മണിക്ക് അവർ തയ്യാറായി. മുഖ്യമന്ത്രി പോയി. മുഖ്യമന്ത്രി പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവർക്കൊന്നും പറയാനില്ല. ഇതിനപ്പുറം ഒരു ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? പിന്നെ സ്വാശ്രയ ഫീസിനെ കുറിച്ച് പറയുന്നവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഈ സമരത്തിന് കുട്ടികളെ പിന്തുണയില്ല, വീണ്ടും പോവേണ്ടതില്ല എന്നതുകൊണ്ട് ഞാൻ പറയാം, ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാരിന്റെ ഇനിഷ്യേറ്റീവ് എന്താണ്? രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയെ കാണുന്നു, മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് പറയുന്നു. എന്നാൽ ശരി, ചർച്ച നടത്താമെന്ന് പറയുന്നു. മാനേജ്മെന്റുകൾ വരുമ്പോൾ മാനേജ്മെന്റുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു. അപ്പോൾ ചർച്ച അവസാനിക്കുന്നു. സർക്കാരിന്റെ ഇനിഷ്യേറ്റീവ് എന്താണ്? ഒരു സമരം തുടങ്ങുമ്പോൾ ആ സമരം അവസാനിപ്പിക്കണം. ജനപ്രതിനിധികൾ നിയമസഭയിൽ നടക്കുന്ന സമരമല്ലേ, അത് അവസാനിപ്പിക്കേണ്ടേ? അതിന് ഒരു മുൻകൈ എടുക്കേണ്ടേ സർക്കാർ? ഇതിൽ സർക്കാരിന്റെ ഇനിഷ്യേറ്റീവ് എന്താണ്? സർക്കാരിന്റെ റോൾ എന്തായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മാനേജ്മെന്റുമായി 3 വട്ടം ചർച്ച നടത്തിയതിനു ശേഷമാണ് മാനേജ്മെന്റുകൾ കോടതിയിൽ പോയി. നിങ്ങൾ മനസ്സിലാണ്, ഹൈക്കോടതി 100% സീറ്റിലും അവർക്ക് ഒരേ ഫീസ്
എന്ന് പറഞ്ഞാൽ ഏകീകൃത ഫീസിൽ പിന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകി. എന്നിട്ടും സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷത്തേക്കാൾ 6 കോളേജുകൾ ഇതിൽ ചേർന്നു. ഈ കോളേജൊന്നും പുതുതായി വന്ന കോളേജല്ല, MES പുതുതായി വന്ന കോളേജല്ല, അതുപോലെ തന്നെ അസീസിയ പുതുതായി വന്ന കോളേജല്ല, ട്രാവൻകൂർ കോളേജ് പുതുതായി വന്ന കോളേജല്ല. ഈ കോളേജൊക്കെ കഴിഞ്ഞ വർഷം സർക്കാർ ഇന്റർ ചർച്ച് കൗൺസിലിനെ ഏകപക്ഷീയമായി അവർക്ക് വേണ്ടി കരാർ ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച് കോടതിയിൽ പോയി ഏകീകൃത ഫീസ് വാങ്ങിച്ച കോളേജാണ്. 8 ലക്ഷം മെറിറ്റ് ഫീസ് ഈടാക്കിയ കോളേജാണ്. ആ കോളേജുകൾ അനുകൂല വിധി ഉണ്ടായിട്ടും അവർ ഗവൺമെന്റ് വിളിച്ചപ്പോൾ വന്നു, ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറായി. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സമരം നിർത്താൻ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇവർ പറഞ്ഞില്ലേ തലവരി തെളിവുണ്ടെന്ന്? മുഖ്യമന്ത്രി പറഞ്ഞു വിജിലൻസ് അന്വേഷണം നടത്താം. പിന്നീട് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു വിജിലൻസ് പോരാ, ക്രൈംബ്രാഞ്ച് വേണം. അപ്പോൾ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താം. പെരിയാരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സർക്കാർ ഏറ്റെടുക്കാം, ഭാവിയിൽ വരുന്ന ഫീസ് നമുക്ക് പ്രായോഗികമായി പരിഹരിക്കാം, കുട്ടികൾക്ക് ബാധ്യതയില്ലാത്ത വിധം. സർക്കാർ എവിടെയാണ് ഈ കാര്യത്തിൽ ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനം സ്വീകരിച്ചത്? ഇതെല്ലാം ഇവർക്ക് കൊടുത്ത അവസരങ്ങളായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2012 നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്താണ് റോജി ജോൺ NSU നേതാവായിരുന്നില്ല, അറിയില്ലേ? അന്ന് പ്രവേശന പരീക്ഷ റദ്ദാക്കിയല്ലോ. എവിടെയായിരുന്നു അന്വേഷണം? ഞങ്ങൾ സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ഈ വിഷയം ഉന്നയിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു 1ാം ഘട്ട അലോട്ട്മെന്റ് നടന്നിട്ട് പോലും 2015 എന്തുകൊണ്ട് മാനേജ്മെന്റുകളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല? കാരണം ഇന്റർ ചർച്ച കൗൺസിലുമായി കരാർ ഒപ്പുവെക്കണം, അതിനുവേണ്ടിയായിരുന്നു അന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. സഭാരേഖകളിൽ നിങ്ങൾക്കത് വ്യക്തമാണ്. ഇവിടെ അത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. പ്രതിപക്ഷം ഉയർത്തിയ ആവശ്യങ്ങളോട് അങ്ങേയറ്റം എന്താ പറയുക, വളരെ വളരെ അനുഭാവപൂർണ്ണമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എഗ്രിമെന്റ് ഒപ്പുവെച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മാനേജ്മെന്റ് അവർ റിസ്ക് എടുക്കുന്നു, അവർ സഫർ ചെയ്യുന്നു. അവർ കുറച്ച് കുട്ടികളെ 2 ലക്ഷത്തിന് വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് ആ പൈസ കൊടുക്കാനില്ല, അത് ഞങ്ങൾ സഫർ ചെയ്യാം, അത് മാനേജ് വേണമെങ്കിൽ ചെയ്തോട്ടെ. അതല്ലാതെ ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാറിൽ നിന്ന് മാറിയാൽ അതുണ്ടാകുന്ന നിയമക്കുരുക്ക് എന്താണ്? സുപ്രീം കോടതിയുടെ അംഗീകാരം വാങ്ങിച്ചതാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, ഈ കേരളത്തിലെ ഭരണാധികാരികളായിരുന്നവർ മുഖ്യമന്ത്രിയെ കണ്ട് മാനേജ്മെന്റുകൾ ചർച്ച നടത്താൻ തയ്യാറാണ്, അതൊരു അവസരം ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ അവസരം ഒരുക്കി കൊടുത്തു. അത് തെറ്റാണെന്നാണോ പറയുന്നത്? അല്ല, അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ വരാം. ശ്രീ റോജി ജോൺ, ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പറ്റിയ ഒരു പാളിച്ച, നിങ്ങൾ പിന്നാമ്പുറ ചർച്ചകൾക്ക് പോയി മാനേജ്മെന്റുകളെ ആദ്യം കണ്ട് സമരം ഒത്തുതീർപ്പാക്കാൻ അവരുടെ സഹായം തേടി, അവർ സ്കോളർഷിപ്പ് നൽകാമെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ അത് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായില്ല. കാരണം നിങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള കരാർ അപ്പാടെ അങ്ങ് പുനഃപരിശോധിക്കാം, ഫീസ് കുറയ്ക്കാൻ ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടി നിങ്ങളുടെ അടുത്ത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ മാനേജ്മെന്റുകൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നാലേ കരാർ അപ്പാടെ നമുക്ക് പുനഃപരിശോധിക്കാം എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ച, നിങ്ങൾ പിന്നാമ്പുറ ചർച്ചകൾ ഈ മാനേജ്മെന്റുകളുമായി നടത്തി പരാജയപ്പെട്ടു, അതാണ് ഇവിടെ ഉണ്ടായ തിരിച്ചടി. അങ്ങനെയല്ലേ സംഭവിച്ചത്? മാനേജ്മെന്റുകളുമായിട്ട് ചർച്ച നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. പക്ഷേ സർക്കാർ ഈ ചർച്ച നടത്തി 10,000 രൂപ ഫീസ് വർദ്ധിപ്പിച്ച് കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ സമരം നടത്തുകയും ജാഥ നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്ത യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ ശ്രീ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ 65,000 രൂപ ഫീസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പരിഹാരത്തിൻ്റെ കാര്യം ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു. മാനേജ്മെന്റ് ഇവിടെ ഇദ്ദേഹം ശ്രീ രാജേഷ് എന്താ സൂചിപ്പിച്ചത്? ചർച്ചയ്ക്ക് വിളിച്ചിട്ട് മുഖ്യമന്ത്രി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാനേജ്മെന്റ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറയാനില്ല. അവിടെ വെച്ച് ചർച്ച അവസാനിപ്പിച്ചു. ചായ കുടിക്കാനും ഇത്രയും ചോദിക്കാനുമായിരുന്നെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ മാനേജ്മെന്റ് പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം എന്താണ്? ശ്രീ ഫസൽ ഗഫൂറിന്റെ പ്രസ്താവന വന്നു, അത് സ്കോളർഷിപ്പ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഫീസ് വർധനവ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് മാനേജ്മെന്റ് സ്വയം തയ്യാറായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഭരണപക്ഷം സർക്കാർ നിഷ്ക്രിയമായി നോക്കി നിന്നപ്പോൾ പ്രതിപക്ഷം ഇവരുമായിട്ട് സംസാരിച്ചു. പ്രതിപക്ഷം സംസാരിച്ച് എന്തിനാണ്? സമരം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ഫീസ് കുറച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുമെങ്കിൽ ഗുണം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാർ മാനേജ്മെന്റുകളുമായിട്ട് സംസാരിച്ചത്. അതിൻ്റെ വെളിച്ചത്തിലാണ് സർക്കാരുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, ആരോഗ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഇവരെല്ലാവരുമായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് പ്രശ്നം അവസാനിപ്പിക്കാം, ഫീസ് കുറയ്ക്കാം എന്നുള്ള സാധ്യത തെളിഞ്ഞു വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ലെന്ന് പറയാനാണ് ഇതാണോ ചർച്ച? ഇതാണോ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിലകൊള്ളുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. പരിഹാരത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. പരിഹാരത്തിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കുന്ന വർധനം എത്രയാണെന്നുള്ളത് ശ്രീ രാജേഷിനും അറിയാമല്ലോ. മാനേജ്മെന്റുകളെ ഇവിടെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഇവരിപ്പം മാനേജ്മെന്റും ഇവരും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. ഈ അടവ് നയം എന്താണെന്ന് ഞാൻ ഇത്രയും കാലം അതിശയിച്ചിട്ടുണ്ട്. ഈ അടവ് നയം എന്താണെന്ന് ഇപ്പം മനസ്സിലായി.
പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ആ അടവ് നയമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പരിയാരത്തിൻ്റെ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ മാനേജ്മെൻറ്റുകളെ കുറ്റം പറയുന്നു. പരിയാരത്തെ മാനേജ്മെൻറ്റ് ആരാണ്? CPMൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന മാനേജ്മെൻ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കൊള്ളയ്ക്ക് പരിയാരത്ത് മാനേജ്മെൻറ്റ് ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയല്ലേ? മറ്റ് മാനേജ്മെൻറ്റുകളുടെ കാര്യം വിട്, നിങ്ങൾ ചർച്ച ചെയ്യേണ്ട. അവർ തയ്യാറല്ലായിരുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വാദമുഖം ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ പരിയാരത്തെ മാനേജ്മെൻറ്റിനോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ അവിടെ പൈസ കുറയ്ക്കണമെന്ന്? അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രസ്ഥാനമല്ലേ? അവിടെ സർക്കാർ ഭൂമിയിൽ പണിതിരിക്കുന്ന ആശുപത്രിയല്ലേ? സഹകരണ മേഖലയിലുണ്ടായ ആശുപത്രിയല്ലേ? അവിടെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കൊള്ള ലാഭം ഉണ്ടാക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ ഇത്തരത്തിലുള്ള ശ്രീ രാജേഷിനെ പോലുള്ള യുവജന നേതാക്കൾ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നേതാക്കൾ ഇന്ന് ശബ്ദമുയർത്തുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണ്. എനിക്ക് പ്രസ്ഥാനത്തെ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുകയാണ്. ശ്രീ രാജേഷ്, അതാണ് ഇപ്പം പരിഹാരം ഏറ്റെടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, നടപടി ഉണ്ടായില്ല. ഫീസ് വർധന, പരിഹാരത്തെ ഫീസ് വർധന എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും നിങ്ങൾക്കൊക്കെ? ശ്രീ റോജി ജോൺ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പരിഹാരത്തെക്കുറിച്ചാണ്. ഞാൻ ആദ്യം ഇനി കുറച്ച് സമയമാണ്, ആദ്യം പരിഹാരത്തെക്കുറിച്ച് പറയാം. പരിഹാരത്തിൻ്റെ കാര്യത്തിൽ ഈ സർക്കാരിന് ഒരു ഒളിച്ചുകളിയുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 96-ൽ സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ആ കോളേജ് ഏറ്റെടുത്തത് ഓർഡിനൻസ് വഴി. പിന്നീട് വന്ന UDF സർക്കാരാണ് തിരിച്ച് അത് തിരിച്ചേൽപ്പിച്ചത്. പിന്നീട് 2006 ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ, സഖാവ് VS നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ ഒരു സ്വാശ്രയ നിയമം കൊണ്ടുവന്നു. പക്ഷേ ആ സ്വാശ്രയ നിയമം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിക്ക് എതിരാണെന്ന് പറഞ്ഞ് അതിലെ പ്രസക്തമായ വകുപ്പുകൾ റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 5 വർഷക്കാലം പരിഹാരത്തിൻ്റെ കാര്യത്തിൽ റോജി റോണിൻ്റെ പാർട്ടിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ ടാക്ടിക്സിനെ കുറിച്ച് അടവിനെക്കുറിച്ച് പറയുന്ന ശ്രീ റോജി ജോൺ കഴിഞ്ഞ വർഷം സഭയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ റോജി ജോൺ മനസ്സിലാക്കേണ്ട കാര്യം, നിയമസഭയിൽ പലതവണ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പരിയാരം ഏറ്റെടുക്കും. കണ്ണൂർ ജില്ലയിൽ ജനസമ്പർക്ക പരിപാടിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചതാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കും. എന്ത് ഏറ്റെടുക്കാതിരുന്നത്? പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം. അതാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാകേണ്ടത്. നിങ്ങൾക്കത് ഉണ്ടായില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾ പരിഹാരത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു പരിഹാരം ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏറെക്കാലം തർക്കിക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകും. റോജി ജോൺ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ സർക്കാരിനെ പോലെ നാളെ ഈ കാര്യത്തിൽ കാലതാമസം ഉണ്ടായാൽ ശ്രീ റോജി ജോൺ പറയുന്ന ഏത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പിന്നെ പരിഹാരത്തിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു റോജി റോണിൻ്റെ ഗവൺമെൻറ് ഭരിച്ചപ്പോൾ അവസ്ഥ? അവിടെ 4 തരത്തിലുള്ള ടയറായിരുന്നു. ഒന്ന് മെറിറ്റ്, മറ്റൊന്ന് മാനേജ്മെൻറ്റ്, മറ്റൊന്ന് പ്രിവിലേജ്, NRI. എങ്ങനെയായിരുന്നു അഡ്മിഷൻ? പ്രിവിലേജ് സീറ്റിലാണ് റോജി റോണിൻ്റെ തൊട്ട് പറയിരിക്കുന്ന MLAയുടെ മകൾ 23,000 റാങ്കാ. MLA ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതെൻ്റെ മര്യാദയല്ല. പക്ഷേ 23,000 റാങ്കാ. എന്താ പ്രിവിലേജ് സീറ്റ്? മാനേജ്മെൻറ്റിലെ 10% സീറ്റ് പ്രിവിലേജ് ആയിരുന്നു. അതുപോലെ കണ്ണൂരിലെ അന്നത്തെ MP അടുത്ത ബന്ധുവിന് കൊടുത്തു പ്രിവിലേജ് സീറ്റ്. അവിടെ മെറിറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 24 PRO ഉണ്ട് പെരിയാരം മെഡിക്കൽ കോളേജ് എന്നല്ലേ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത്? എത്ര PRO ഉണ്ട്? രമേശ് ചെന്നിത്തലയുടെ കാലത്ത് അവിടെ വിജിലൻസ് അന്വേഷണം നടത്തിയില്ലേ? എന്തെങ്കിലും തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞോ? ഞാൻ വെല്ലുവിളിക്കുന്നു ആ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച്. പെരിയാരം മെഡിക്കൽ കോളേജിന് 5 വർഷം ഒരു നായ പൈസ കൊടുത്തിട്ടുണ്ടോ ഈ ഗവൺമെൻറ്? കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പെരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പെരിയാരം ഒരു തർക്ക പ്രശ്നമല്ല. ആ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പെരിയാരം പറഞ്ഞല്ലേ? അല്ലല്ല, പെരിയാരം അല്ല. ഞാൻ ചോദിക്കട്ടെ, പെരിയാരം സ്വാശ്രയ കോളേജാണ്. പരിയാരം ശ്രീ റോജി ജോൺ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ IHRDയെ പോലെ കേപ്പിനെ പോലെ പറയട്ടെ, IHRDയെ പോലെ കേപ്പിനെ പോലെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സെന്ററിനെ പോലെയുള്ള ഒരു സ്വാശ്രയ കോളേജ് അല്ല, ഗവൺമെന്റ് സബ്സിഡിയിൽ പ്രവർത്തിക്കുന്ന കോളേജ് അല്ല പെരിയാർ മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, സമയം തരൂ, പെരിയാർ ഞങ്ങൾ ഏറ്റെടുക്കും. ഞാൻ റോജി റോണോട് വീണ്ടും പറയുന്നു, കോളേജാണ്. ഞാൻ റോജി റോണോട് ചോദിക്കുന്നു, റോജി ജോൺ പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. ആ കോളേജ് ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങൾ ഏറ്റെടുക്കും അടുത്ത വർഷം. ഫീസ് വർധനയ്ക്കിടയായ സാഹചര്യം അതാണല്ലോ ഇപ്പോൾ റോജി ചോദിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, പെരിയാരം മെഡിക്കൽ കോളേജിൽ നേരത്തെ എന്തായിരുന്നു അവസ്ഥ? ശ്രീ റോജി ജോണ് ചരിത്രം അറിയുമെന്ന് എനിക്കറിയില്ല, ചരിത്രം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകും. 2005 വലിയ സമരം നടന്നു കേരളത്തിൽ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സർക്കാർ നിയന്ത്രിത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ എറണാകുളത്തെ സർക്കാരിൻ്റെ കേപ്പിൻ്റെ മെഡിക്കൽ കോളേജിൽ പോലും യഥാർത്ഥത്തിൽ ഫീസ് കുറക്കാൻ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. അത് ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. അതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ.
പക്ഷെ പെരിയാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒളിച്ചു കളിയില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് അത് ഏറ്റെടുത്തതാണ്, വീണ്ടും ഏറ്റെടുക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ പെരിയാർ മെഡിക്കൽ കോളേജ് വലിയ പ്രതിസന്ധിയിലാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യം ഈ ഫീസ് മാത്രമേ പറ്റൂ. പ്രതിസന്ധി എങ്ങനെയാണ് രാജേഷ് ഈ വർഷം ഉണ്ടായത്? നിങ്ങൾ ഈ വർഷത്തെ ഫീസിനെ കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഏറ്റെടുത്തോളൂ, നിങ്ങൾ പരിഹാരം ഏറ്റെടുത്തോളൂ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഈ വർഷത്തെ ഫീസിനെ കുറിച്ച് സംസാരിക്കുക. അത് 65,000 രൂപ മറ്റ് മാനേജ്മെന്റുകൾക്ക് വർധനവുണ്ടായപ്പോൾ പരിയാരത്ത് 1 ലക്ഷം രൂപയുടെ വർധനവുണ്ടായതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. പെരിയാരത്ത് ഫീസ് വർധന സ്വാശ്രയ കോളേജാണ്. നിങ്ങൾ IHRD കേപ്പിനെ പോലെയുള്ള സർക്കാർ സഹായമുള്ള കോളേജല്ല. ആ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മാനേജ്മെന്റുകളെ കാണുന്നത് പോലെ തന്നെയാണോ നിങ്ങൾ പരിഹാരത്തെ കാണുന്നത്? അഡ്മിഷൻ മാനേജ്മെന്റുകൾ നടത്തുന്നതിനെ കഴിഞ്ഞും വലിയ കൊള്ള നടത്താൻ നിങ്ങൾ പരിഹാരത്തെ CPM നിയന്ത്രണത്തിലുള്ള പരിഹാരത്തിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണ്. അതാണ് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. റോജി ജോൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കാലത്ത് തോന്നിയ പോലെയായിരുന്നു ഫീസ്, പ്രിവിലേജ് സീറ്റ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, അല്ല, കണക്കുകൾ വെച്ച് കണക്ക് എത്രയാ? അത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷത്തെ ഫീസിന്റെ വിഷയം അതൊരു സ്വാശ്രയ കോളേജാണ്. ഗവൺമെന്റ് ഏറ്റെടുക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് മറ്റ് മാനേജ്മെന്റുകളിൽ നിന്ന് ഫീസ് കുറവാവണ്ടേ? അവിടെ എങ്ങനെയാണ് മറ്റ് മാനേജ്മെന്റുകൾ അതേ ഫീസ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും കൂടിയ ഫീസ് പരിയാരം സ്വാശ്രയ കോളേജാണ്. സ്വാശ്രയ കോളേജിന്റെ കാര്യം ഗവൺമെന്റ് കോളേജും സ്വാശ്രയ കോളേജും എങ്ങനെ ഒന്നിച്ചാവുക? നിയന്ത്രണത്തിലുള്ള ഒരു കോളേജല്ലേ ഞാൻ പറയട്ടെ. അപ്പൊ അവിടെ CPMന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ആളുകള് മറ്റ് മാനേജ്മെന്റുകളെ കഴിഞ്ഞും വലിയ കൊള്ളയാണ് നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, 5 വർഷക്കാലം ഞാൻ പറയട്ടെ, 2008 മുതൽ പെരിയാർ മെഡിക്കൽ കോളേജ് അവിടെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണല്ലോ. നിങ്ങൾ പരിശോധിച്ചല്ലോ, എന്തെങ്കിലും കിട്ടിയോ? നിങ്ങളുടെ കാലത്ത് അവസ്ഥ എന്നൊരു പറയാൻ അനുവദിക്കണം ശ്രീ റോജി ജോൺ. എന്തായിരുന്നു അവസ്ഥ? ഇപ്പോ 50% സീറ്റിൽ 85% സീറ്റിൽ സർക്കാരിന്റെ കേരള എൻട്രൻസിൽ നിന്നാണ് കുട്ടികളെ എടുക്കുന്നത്. മെറിറ്റാണ്, 85% മെറിറ്റാണ്. 85% മെറിറ്റ് NRI കോട്ടയിൽ ജെയിംസ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഒരു മാതൃക തുടർന്ന ഒരു കോളേജ് കേരളത്തിലുണ്ടോ? ശ്രീ റോജി ജോൺ പറയൂ. ഞാൻ പറയട്ടെ രാജേഷ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പരിയാരം കോളേജ് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലിരിക്കുന്ന കോളേജ് നിങ്ങൾക്ക് നിയന്ത്രണത്തിലല്ല, നിങ്ങൾക്ക് പറയാമോ? അവിടെ ഇരിക്കുന്ന അത് CPMന്റെ നിയന്ത്രണത്തിലല്ല. അടിസ്ഥാനത്തോട് കോളേജ്, അത് ആദായം കൊടുക്കാത്ത ഒരു കോളേജ്, ആ കോളേജ്. പക്ഷേ ഞങ്ങൾ നിങ്ങളെക്കാൾ അവിടുത്തെ പൈസ കുറയ്ക്കാം. അവിടെ കുറയ്ക്കാത്തത് അവിടെ ഇനി UDF അത് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. UDF അത് ഏറ്റെടുക്കാനായിട്ട് സമ്മതിച്ചു. എന്താണ് പറഞ്ഞത്? UDF എന്താണ് പറഞ്ഞത്? സർക്കാർ മെഡിക്കൽ കോളേജിലെ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജിലുള്ള സ്റ്റാഫ് പാറ്റേൺ ആണെങ്കിൽ പരിഹാരം ഏറ്റെടുക്കാമെന്ന് UDF പറഞ്ഞു. അവിടുത്തെ അവസ്ഥ നിങ്ങൾ ചെന്ന് നോക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 24 PROമാരാണ്. ഒരു മെഡിക്കൽ കോളേജിലുമില്ല 24 PROമാര്. അതായത് പാർട്ടി നേതാക്കളെ സഖാക്കളെ എല്ലാം മറ്റ് ജോലിയില്ലാതെ നടക്കുന്നത് കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ PROമാരായിട്ടും മറ്റ് സ്ഥാനങ്ങളിലുമൊക്കെ ഇരുത്തി വെച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് അത് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നാണോ നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? ശ്രീ റോജി ജോൺ പറയുന്നു 24 PRO ഉണ്ടെന്ന് ശ്രീ റോജി ജോൺ തെളിയിച്ചാൽ MLA സ്ഥാനം ഞാൻ രാജിവെക്കാം. ഞാൻ ഇവിടെ വെച്ച് പരസ്യമായി ഇത് കാണുന്ന 10,000 ശ്രോതാക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ പരസ്യമായി റോജി ജോണിനെ വെല്ലുവിളിക്കുന്നു. 24 PROമാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ MLA സ്ഥാനം രാജിവെക്കാം. ഞാൻ റോജി ജോണിനെ വെല്ലുവിളിക്കാം. മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേൺ ആണ്, സർക്കാർ മെഡിക്കൽ സ്റ്റാഫ് പാറ്റേൺ ആണ് പരിയാരത്തെ എന്ന് നിങ്ങൾക്ക് പറയാമോ? ശ്രീ റോജി ജോൺ, ഞാൻ പറയട്ടെ, അല്ല പറയട്ടെ, ഞാൻ മറുപടി പറയാം. എങ്കിൽ ഞാനും രാജിവെക്കാം. ശ്രീ റോജി ജോൺ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത്, അവിടെ ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്ത് നിയമവിരുദ്ധമായി ആരെങ്കിലും കയറ്റിയിട്ടുണ്ടോ? അത് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തിയില്ലേ? ഒരാളുടെ പേര് ശ്രീ റോജി ജോൺ, ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് ഈ റോജി ജോണിനെ ഈ കാണുന്ന 10,000 സാക്ഷിയത്ത് ഞാൻ പറയുകയാണ്, ഒരാളുടെ പേര് ഇടതുപക്ഷ അവിടെ CPMന്റെ ഭരണസമിതി ശ്രീ MV ജയരാജന്റെ ഭരണസമിതി വന്നതിന് ശേഷം പെരിയാരം മെഡിക്കൽ കോളേജിൽ മാനദണ്ഡത്തിന് വിരുദ്ധമായി ഒരാളെ അവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? മാനദണ്ഡമല്ല ഇവിടെ പറയുന്നത്. അവിടെ സ്റ്റാഫ് പാറ്റേണെ കുറിച്ച് പറയൂ. സർക്കാർ മെഡിക്കൽ കോളേജിലെ കേരളത്തിലുള്ള നിങ്ങൾക്ക് പരിശോധിക്കാലോ. കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് പരിയാരത്ത് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. അല്ല, ഞാൻ ഒറ്റ കാര്യം അല്ല, ഞാൻ പറയട്ടെ, മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് പരിയാരത്ത് നിലനിൽക്കുന്നത് എന്ന് ശ്രീ രാജേഷ് തെളിയിക്കാമോ? എങ്കിൽ ഞാനും ഈ പണി ഇവിടെ അവസാനിപ്പിക്കാം. എന്നാ തെളിയിക്കും. ശ്രീ റോജി ജോണോട് ഞാൻ പറയട്ടെ, 5 വർഷം നിങ്ങളെ സർക്കാരായിരുന്നു.
നിങ്ങളത് വിജിലൻസ് അന്വേഷണം നടത്തി. നിങ്ങൾക്ക് സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്താമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ കയ്യിലായിരുന്നു ഗവൺമെന്റ്, നിങ്ങളുടെ കയ്യിലായിരുന്നു സഹകരണ നിങ്ങൾ അന്വേഷിച്ചു, മാസങ്ങൾ അന്വേഷിച്ചു, കലക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റി? വെറുതെ ഉണ്ടയില്ലാത്ത വെടി. ശ്രീ റോജി ജോൺ സഹകരണ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഇടപെടാം. നിങ്ങൾ അന്വേഷിച്ചു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെറുതെ ഉണ്ടയില്ലാത്ത വെടി ഉതിർത്തിട്ട് ഒരു കാര്യമില്ല. തെളിവ് നൽകി പറയൂ മിസ്റ്റർ റോജി ജോൺ. നാളെ നമുക്ക് കാണാം, നാളെ പത്രസമ്മേളനം വിളിക്കാം. സ്റ്റാഫ് പാറ്റേൺ പരിശോധിക്കണം. നിങ്ങൾക്ക് മാറ്റാലോ. നിങ്ങളുടെ കഴിവുകളാണ് റോജി ജോൺ. 5 വർഷം കിട്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, 5 വർഷം നിങ്ങൾക്ക് കിട്ടിയിട്ട് ഇത് ചെയ്യാൻ കഴിയാത്തതിന്റെ കഴിവുകേട്, ആ കഴിവുകൾ ഇവിടെ വന്നിട്ട് തൊണ്ടപൊട്ടുമാറിച്ചതിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. റോജി ജോൺ, കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. ലോകത്ത് എവിടെയാണ് ഫീസ്? ഒരു മിനിറ്റ് എനിക്ക് തരണം. ഞാൻ പറയട്ടെ, ഫീസിന്റെ കാര്യത്തിൽ മറ്റേത് മാനേജ്മെന്റ് ശ്രീ റോജി ജോൺ, അതെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ടതിന് പകരം സർക്കാരിനെ ഇത്രയധികമായിട്ട് ഈ ഫീസ് വർദ്ധിപ്പിച്ചതിന് കൂട്ടുനിൽക്കുന്നതിന് മാനേജ്മെന്റുകൾക്കൊപ്പം കൂട്ടുനിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. എനിക്കറിയാം പറയാതെ ഇവിടെ ഫീസിനെ കുറിച്ച് പറഞ്ഞില്ലേ ശ്രീ റോജി ജോൺ? 5 വർഷം നിങ്ങൾ കിട്ടിയില്ലേ? കഴിഞ്ഞ വർഷം ഇന്റർ ചർച്ച് കൗൺസിലിന് മെറിറ്റ് സീറ്റിൽ 4,40,000 വാങ്ങാൻ ദീർഘകാല കരാർ ഒപ്പുവെച്ചത് ആരാ? നിങ്ങൾ വിശദീകരിക്കുക. ഈ അതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഇടത് ഗവൺമെന്റ് കാലത്തും തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആദ്യത്തെ 4 വർഷവും സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറായ കോളേജുകളാണ് MES മുതൽ അസീസ്യ വരെയുള്ള കാരക്കോണം വരെയുള്ള 7 കോളേജുകൾ. കഴിഞ്ഞ വർഷം അവർ പിൻവാങ്ങി. എന്താ കാരണം ശ്രീ റോജി ജോൺ അറിയില്ലേ? കാരണം മറ്റൊന്നുമല്ല, ഇവിടെ പറയട്ടെ, സർക്കാർ തയ്യാറല്ലായിരുന്നു. അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇവിടെ നിങ്ങൾ ഫീസിനെ കുറിച്ചല്ല പറയുന്നത്. 1.85 ഫീസാണെന്ന് പറയുമ്പോ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ 4 കോളേജിലെ ഫീസ് എത്രയായിരുന്നു? 4,40,000 2 ഇരട്ടിയായിരുന്നില്ലേ വർധനവ്? മുഖ്യമന്ത്രിയല്ലേ കരാർ ഒപ്പിട്ട് കൊടുത്തത്? എന്താ വിശദീകരിക്കാത്തത്? ശരി, നമുക്ക് അതിലേക്ക് വരാം. കെ മൂസ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രി നിങ്ങളെ വിരട്ടി അവിടുന്ന് മുറി നിറക്കി വിട്ടു, നിങ്ങൾ അതോടുകൂടി എന്തെങ്കിലും ഒരു നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കാൻ അശക്തരായി പോയി, ചെന്നപ്പോഴേ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചു, പ്രതിപക്ഷവുമായി ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നിട്ട് എന്താണ് കാര്യം എന്ന മട്ടിൽ മുഖ്യമന്ത്രി നിങ്ങളെ വിരട്ടി എന്നാണ്. മുഖ്യമന്ത്രി ആ നിലയിൽ പരുഷമായാണോ ഇന്നലെ ചർച്ചയ്ക്ക് പെരുമാറിയത്? നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ MLA റോജി ജോണിനോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രാജേഷിനോടും ഇത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, രാജേഷ് ഈ കാര്യം ഇടയ്ക്ക് സൂചിപ്പിച്ചു, അത് വളരെ ഭംഗിയായിട്ട് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ റോജി ജോൺ ഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഗവൺമെൻറ്, ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്, അത് ഒരു എഗ്രിമെന്റ്, ഇവിടെയും പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും പിണക്കില്ല. അല്ല, അതല്ല, സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്. ഞാൻ റോജി ജോണിന്റെ ഭാഗത്തേക്കും വരാം, ആ പക്ഷത്തേക്കും. ഞങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എഗ്രിമെന്റിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിക്കോ ഒരു ആരോഗ്യമന്ത്രിക്കോ ഒരു ആരോഗ്യ സെക്രട്ടറിക്കോ പിന്മാറാൻ പറ്റില്ല. ഈ വിവരം ഞങ്ങൾ പ്രതിപക്ഷ നേതാവ്, ആരോഗ്യ സെക്രട്ടറി ഒരു പ്രപ്പോസലൊക്കെ തയ്യാറാക്കി നിങ്ങളോട്, അങ്ങനെ ഒരു പ്രപ്പോസലേ അദ്ദേഹം തയ്യാറാക്കിയിട്ടില്ല. അത് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു, ആരോഗ്യ സെക്രട്ടറിയും പറഞ്ഞു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ആ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചു. ഈ ഒരു എഗ്രിമെൻറ്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഞങ്ങൾ കുട്ടികളെ എടുത്തുപോയി, ഞങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഇത് ചെയ്തു, ജെയിംസ് കമ്മിറ്റി പരിശോധിച്ചു, യൂണിവേഴ്സിറ്റി പരിശോധിച്ചു, അതിനുശേഷം MCIക്ക് അയച്ചു. ഇനി ഞങ്ങൾക്ക് ഈ കുട്ടികളെ മാറ്റാനോ മറിക്കാനോ ഫീസ് കുറയ്ക്കാനോ കഴിയില്ല. ഏതെങ്കിലും ഒരു ഫീസ് കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയ അജണ്ടയോ അതല്ലെങ്കിൽ സ്കോളർഷിപ്പോ എല്ലാം ഇതിലേക്ക് വന്നാൽ ഈ എഗ്രിമെൻറ്റിൽ നിന്ന് വ്യത്യാസമാകും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഉണ്ടായ ഒരു കാര്യം, ഇന്നും ഇന്നലെയുമായി കോഴിക്കോട് KMCT കോളേജിന് 10 ലക്ഷം രൂപയാണ് ഫീസ്, യൂണിഫോം ഫീസ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. 18 ലക്ഷം. റോജി ജോൺ MLA പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ്, ഞാൻ ഫീസിൻ്റെ കാര്യത്തിലേക്കാണ്.
NRI സീറ്റിന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന 15 ലക്ഷം രൂപ, ഇന്ന് KMCT മെഡിക്കൽ കോളേജിന് 18 ലക്ഷം രൂപ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് 12 ലക്ഷം രൂപ. അതാണ് 18 ലക്ഷം രൂപ NRI, 10 ലക്ഷം രൂപ ഫീസ്, ഞങ്ങൾക്ക് തരുന്നത് 11 ലക്ഷം രൂപ, 15 ലക്ഷം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇന്നത്തെ സുപ്രീം കോടതി വിധി യൂണിഫോം ഫീസ് കരുണയ്ക്ക്, അതുപോലെ തന്നെ കണ്ണൂരിന് 10 ലക്ഷം രൂപ യൂണിഫോം ഫീസ്. ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയാണ്. TV രാജേഷ്, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സർക്കാരുമായി കരാറിൽ ഒപ്പിടാത്ത 3 കോളേജുകൾക്ക് ഇങ്ങനെ വാരിക്കോരി ഫീസ് വാങ്ങാൻ ഇടയായ സാഹചര്യം എന്താണ്? എൻ്റെ കണക്കുണ്ട്. പാലക്കാട് കരുണ, കണ്ണൂർ മെഡിക്കൽ കോളേജ്, മുക്കം KMCT, ഇവർക്കൊക്കെ 10 ലക്ഷം, അതുപോലെ NRIയിൽ 18 ലക്ഷം ഒക്കെ വാങ്ങാൻ സർക്കാർ അനുമതി കൊടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം ഇവരുടെ അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ കാണിച്ചു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ വിഷയം എന്താണ്? ഞാൻ നേരത്തെ ഒരു പോയിന്റ് ക്ലിയർ ചെയ്തില്ല. മാനേജ്മെന്റ് പ്രതിനിധിയായ ശ്രീ മൂസ അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണല്ലോ. കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഫീസിനെ കുറിച്ചാണല്ലോ പറയുന്നത്, കഴിഞ്ഞ വർഷം 7 കോളേജുകൾ എന്നുവെച്ചാൽ MES മുതൽ കാരക്കോണം വരെയുള്ള കോളേജുകൾ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പിന്മാറി കോടതിയിൽ പോയി. അവർ മെറിറ്റ് സീറ്റിൽ വാങ്ങിയത് 8 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം വാങ്ങിയത്. ഇത്തവണത്തെ പ്രശ്നം എന്താണ്? ഇത്തവണത്തെ പ്രശ്നം ഈ പറയുന്ന കോളേജുകൾ സർക്കാരുമായി എഗ്രിമെന്റിൽ ഒപ്പിടാൻ തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ അവർ കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ കോടതി അവർക്ക് അതിന് അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തപ്പോൾ ഫീസ് ജെയിംസ് എന്ത് ചെയ്തു? അവരെ പ്രവേശന പരീക്ഷ സംസ്ഥാന ഗവൺമെന്റ് റദ്ദാക്കി. അത് റദ്ദാക്കിയ ഘട്ടത്തിൽ ജെയിംസ് കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചു അവർക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം. അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അവർക്ക് 10 ലക്ഷം കൊടുത്തിരിക്കുകയാണ്. എന്താ പ്രശ്നം? ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ആ സ്ഥലത്തേക്ക് അലോട്ട്മെന്റ് ചെയ്യണം. അലോട്ട്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടന്റ് ഓഫ് കോർട്ട് ആവും. ഇതാണ് വിഷയം. അപ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങൾക്കറിയാം TMI പൈ കേസ്, എന്നെ ഒന്ന് വിശദീകരിക്കാൻ അനുവദിക്കണം. TMI പൈ കേസ് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയുടെ 11-അംഗ ഭരണഘടന ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 19(1)G ഇതൊരു പ്രൊഫഷനാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആകാൻ പാടില്ല. അത് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാപനങ്ങൾ കൊണ്ടുപോകാം. എന്നാൽ റീസണബിൾ സർപ്ലസ് ഫോർ ഡെവലപ്മെന്റ് ഫോർ കോളേജ് എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. സ്റ്റേറ്റ് കോട്ട ഇംപെർമിസബിൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് വിഷയം. 2006 ഇടതുപക്ഷ സർക്കാർ നിയമം കൊണ്ടുവന്നു. ആ നിയമം സുപ്രീം കോടതി അതിലെ ഈ ഫീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്തമായ ഫീസുമായി ബന്ധപ്പെട്ട വകുപ്പ് റദ്ദാക്കാൻ കാരണം എന്താണ് പറഞ്ഞത്? ഒരു ഡിസ്പാരിറ്റിയും ഫീസിൻ്റെ കാര്യത്തിൽ പാടില്ല. ഫീസ് ഒരേ ഫീസായിരിക്കണം, യൂണിഫൈഡ് ഫീസായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യത്തിൽ പറയുന്നൊരു പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. എങ്ങനെ? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ശ്രീ റോജി ജോൺ NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, NSUവിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയെന്ന ഘട്ടത്തിൽ കേരളം ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാർ, കേന്ദ്രം ഭരിച്ച ശ്രീ AK ആന്റണിക്ക് വളരെയേറെ സ്വാധീനമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന 2ാം UPA സർക്കാർ, കേന്ദ്രവും കേരളവും ഒരു കക്ഷിയാണ് ഭരിച്ചത്. ഈ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ മറികടക്കാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരണം. കാരണം എന്താ? ഭരണഘടനാ ബെഞ്ചിന്റെ വിധി, 11-അംഗ ബെഞ്ചിന്റെ വിധി ലോ ഓഫ് ദ ലാൻഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ മറികടക്കാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമം ഭരണഘടന 9th ഷെഡ്യൂളിൽ പെടുത്തണം. അത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളം വിചാരിച്ചാൽ നടക്കില്ല. അത് ചെയ്യാൻ പറ്റും, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഈ പറയുന്ന ആത്മാർത്ഥത അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയും. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ നിലപാടെന്താണ്? 2015 ഒക്ടോബറിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ച് എന്താ പറഞ്ഞത്? ഉന്നത വിദ്യാഭ്യാസത്തിൽ സംവരണം പാടില്ല എന്നാണ്. സംവരണം എന്ന് പറയുന്നത് ദേശീയ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്. അതുകൊണ്ട് സംവരണം അവസാനിപ്പിക്കാൻ എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഇതാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് മിക്സഡ് എക്കണോമിയിൽ നിന്ന് ലിബറൽ എക്കണോമിയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു. എന്നാൽ കോടതി മധ്യപ്രദേശിലെ 2007 മധ്യപ്രദേശിലെ നിയമസഭ പാസാക്കിയ നിയമം സംബന്ധിച്ച് മെയ് 2 വന്ന വിധിയിൽ ആ സുദീർഘമായ വിധിന്യായം വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ അധികാരത്തിൽ വന്നു, സമയമുണ്ടായിരുന്നത്. എന്നിട്ടും കഴിഞ്ഞ വർഷം സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. 3 തവണ മാനേജ്മെന്റുമായി ചർച്ച നടത്തി. എന്നിട്ട് ഒരു ഫീസ് സ്ട്രക്ചർ, അതുകൊണ്ടാണ് 1950 സീറ്റ് തയ്യാറായത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ കേസിൽ ഗവൺമെന്റ് തിരിച്ചടി വന്നപ്പോൾ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചു. അപ്പോൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയാൽ ഏകീകൃത ഫീസ് വരും. അപ്പോൾ എന്താണ് മാർഗം? അപ്പോൾ മാർഗം എന്ന് പറയുന്നത് മാനേജ്മെന്റുകൾ വിളിക്കുക, എന്നിട്ട് 50% സീറ്റ് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുക. അങ്ങനെ 50% സീറ്റ് സറണ്ടർ ചെയ്താൽ ഡിഫറൻഷ്യൽ ഫീസ് സ്ട്രക്ചർ നടപ്പിലാക്കാം എന്നാണ് പറഞ്ഞത്. ഇതല്ലാതെ ഇടതുപക്ഷ സർക്കാരിന് മുന്നിൽ ഇവിടെയാണ് പ്രശ്നം. എല്ലാ തവണയും ഈ 50% സീറ്റ് മാനേജ്മെന്റുകൾ സറണ്ടർ ചെയ്യുന്നതോടുകൂടി ആ 50%ന്റെ കാര്യത്തിൽ മാത്രമേ സർക്കാരിന് ബാധ്യതയുള്ളൂ. ബാക്കി 50-ൽ എന്ത് നടക്കുന്നു? ബാക്കി 50-ൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? അതൊക്കെ പരിശോധിക്കുന്നുണ്ടോ?
ശ്രീ വിജയകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തവണ ഹൈക്കോടതി, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇത്തവണ ഹൈക്കോടതി 100% സീറ്റുകളും മാനേജ്മെന്റുകൾക്ക് ഫീസ് നിശ്ചയിക്കാൻ അനുവാദം കൊടുത്തതാണ്. യൂണിഫൈഡ് ഫീസ്. നിങ്ങളത് മറച്ചു വെക്കരുത്. അല്ല, അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അത് കാലങ്ങളായി അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ എത്രയോ വർഷമായി മുഴുവൻ സീറ്റുകളും പ്രവേശനം നടത്തുന്നു. വിധിയാണ്. ഹലോ, ഞാൻ പറയട്ടെ. അല്ല ശ്രീ റോജി ജോൺ, ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ അക്കാഡമിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ വിഷയം എന്താണ് വിജയകുമാർ? ഇപ്പൊ എന്തുകൊണ്ടാണ് കരുണക്ക് 10 ലക്ഷം സുപ്രീം കോടതി കൊടുത്തത്? ഡിഫറൻഷ്യൽ ഫീസ് സ്ട്രക്ചർ പാടില്ല, അതാണ് വിഷയം. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അതാണ്. അത് മറികടക്കാൻ സംസ്ഥാന സർക്കാർ 2006 നിയമം കൊണ്ടുവന്നു. ആ നിയമം നിലനിന്നോ? എന്താ പ്രശ്നം? അത് സുപ്രീം കോടതി വിധിക്ക് കോൺട്രഡിക്ഷൻ ആണ്. അതിനെന്താ മാർഗം ഗവൺമെന്റിന്? ഗവൺമെന്റ് മാർഗം ഇനാന്താർ കേസിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിക്ക് പുറത്ത് മാനേജ്മെന്റുകളുമായി ഒരു പരസ്പര ധാരണയിലെത്താം. എന്നാൽ ധാരണയിലെത്താത്ത ഒരു കോളേജ് കോടതിയിൽ പോയാൽ അവർക്ക് ഏകീകൃത ഫീസ് നിശ്ചയിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് സുപ്രീം കോടതി 10 ലക്ഷം നിശ്ചയിച്ചു കൊടുത്തത്. സർക്കാരിന്റെ മാർഗം തന്നെ കഴിഞ്ഞ വർഷം UDF സർക്കാർ ചെയ്തതുപോലെ ഒന്നും ചെയ്യാതെ നിസ്സഹായരായി നോക്കി നിൽക്കാം. ആ സ്ഥിതി അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇവിടെ ഗവൺമെന്റ് എന്താ ചെയ്തത്? പരിമിതമായി വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അപ്പം 50% സീറ്റിലെങ്കിലും കുറഞ്ഞ ഫീസ്, അത് 20% സീറ്റിൽ 25,000. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുമ്പോൾ കഴിഞ്ഞ വർഷം 25,000-നാണ് കുട്ടികൾ 20% സീറ്റിൽ പഠിച്ചത്. ആ പാവപ്പെട്ടവർ പഠിക്കുന്ന സീറ്റിൽ ഒരു പൈസ വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷമായി, അല്ല പറയട്ടെ, വർദ്ധിപ്പിച്ചിട്ടില്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ 100-ലധികം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ആ എഞ്ചിനീയറിംഗ് കോളേജുമായി സർക്കാർ കരാർ ഒപ്പിട്ടു. റോജി റോണിന്റെ UDF ഭരിക്കുന്ന ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വാർഷിക ഫീസ് 75,000 ആയിരുന്നു. ഈ ഗവൺമെന്റ് 50,000. മാതൃഭൂമി പത്രം മുഖപ്രസംഗം എഴുതി, വിദ്യാഭ്യാസ വകുപ്പിന് 100-ൽ 100 മാർക്ക്. നിങ്ങൾ എന്താ അത് കാണാതെ പോകുന്നത്? ഗവൺമെന്റ് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട്. ശ്രീ റോജി ജോൺ, ഞാൻ പറയും, നമുക്ക് നിയമം കൊണ്ടുവരാം, നമുക്ക് ഒന്നിച്ചു നിൽക്കാം, മാനേജ്മെന്റുകളെ കൊള്ള അവസാനിപ്പിക്കാം. ഇത്തവണ മാനേജ്മെന്റുകൾക്ക് ഫീസ് അവർ പറഞ്ഞു നടത്തിക്കൊണ്ടുപോകണം. ഗവൺമെന്റ് അവർക്കൊരു ഫീസ്. ശരി, അത് വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിയമം കൊണ്ടുവരാം. അത്തരം കാര്യങ്ങൾ, സ്വാശ്രയ കോളേജുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് ഞാൻ വരാം. അവസാനമായി ഇവിടെ അനുവദിക്കില്ല. ഇല്ല, അവസാനമായി ശ്രീ റോജി ജോൺ, ഇത്തവണ ഇനി സബ്സിഡി ഇല്ല, സ്കോളർഷിപ്പ് ഇല്ല, ഫീസ് കുറയ്ക്കില്ല, നിലവിലുള്ള കരാറിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നവുമില്ല. ഇത് മാനേജ്മെന്റ് പ്രതിനിധി വ്യക്തമാക്കി, മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. മാനേജ്മെന്റ് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറുമല്ല, അവർക്ക് നിയമപ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഇനി അടുത്ത അക്കാദമിക് ഇയറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഈ സമരത്തിന് ഭാവിയുണ്ടോ? ഇവിടെ നിർഭാഗ്യവശാൽ മാനേജ്മെന്റ് സംസാരിക്കുന്നതും മുഖ്യമന്ത്രിയും സർക്കാരും സംസാരിക്കുന്നതും ഒരേ ഭാഷയാണ്. എങ്ങനെ ഫീസ് ഉയർത്താമെന്നാണ് ഈ രണ്ട് വിഭാഗവും ഒരുമിച്ചിരുന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ശ്രീ രാജേഷ് ഈ ഫീസ് വർധനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതൊഴികെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ അക്കാഡമിക് ആയിട്ട് സംസാരിച്ചു. ഫീസ് വർധനവിനെക്കുറിച്ച് മാത്രം അദ്ദേഹം വളരെ കൺവീനിയൻ്റ് ആയിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായി. ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് മികവിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഫീസ് എന്ന വിഷയത്തെക്കുറിച്ച് മാത്രം അദ്ദേഹം സംസാരിക്കുന്നില്ല. ഇവിടെ എല്ലാം താല്പര്യം, മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് ഇവർക്കെല്ലാം ഉള്ളത് എന്നിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങളുമായിട്ട് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ വിഷയത്തിൽ ഇവർ ഈ കാലാകാലങ്ങളിൽ നടത്തിയിരിക്കുന്നത് ഒത്തുകളിയാണ് എന്നും ഇത് മാനേജ്മെന്റിന് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കാനാണ് ഈ കണ്ട കോലാഹലം നടത്തിയത് എന്നുമെല്ലാമുള്ള കള്ളക്കളി പൊതുജന മധ്യത്തിൽ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇത് ഞാൻ സർക്കാർ മുഴുവനായിട്ട് ചെയ്തു എന്ന് ഞാൻ പറയില്ല. ഇവിടെ നിലപാടെടുത്തത് മുഖ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ, ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഫീസ് കുറയ്ക്കാനായിട്ട് മുന്നോട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് അതിന് വിലങ്ങുതടിയായിട്ട് നിന്നത്. ശ്രീ രാജേഷിന് ഉൾപ്പെടെയുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഇതിൽ പ്രതിഷേധമുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവർക്കത് ഒരു ചാനൽ ചർച്ചയിലോ പൊതുമധ്യത്തിലോ വന്നിരുന്ന് പറയുവാനുള്ള ആർജവുമില്ല എന്നുള്ളതാണ് സത്യം. അത് കാലാകാലങ്ങളിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അവർ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് അവരാലോചിച്ചാൽ അവർക്ക് നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നന്നായിരിക്കും. പ്രതിപക്ഷം തീർച്ചയായിട്ടും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഈ സമരം അവസാനിപ്പിച്ചിട്ടില്ല. നിയമസഭ അവസാനിച്ച ഘട്ടത്തിൽ നിയമസഭയ്ക്കകത്തുള്ള സമരമാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. അടുത്ത ഘട്ടമായിട്ട് നാളെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കളക്ടറേറ്റ് മാർച്ചും പിന്നീട് ജനസദസ്സുകളും ഒക്കെയായിട്ട് മുന്നോട്ട് പോയി 17-ാം തീയതി നിയമസഭ വീണ്ടും കാണിക്കുക തന്നെ ചെയ്യും. ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കാം. ചുരുങ്ങിയ വാക്കുകളിൽ മാനേജ്മെന്റുമായിട്ട് ആരാ ഒത്തുകളിക്കുന്നത്? മാനേജ്മെന്റുമായിട്ട് ആരാ ഒത്തുകളിക്കുന്നത്? ഇവിടെ മാനേജ്മെന്റുകളിൽ ഹാജരായത് ഇവരെ കഴിഞ്ഞ വർഷത്തെ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിയാണ്.
അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ മഹാരാഷ്ട്രയിലും മറ്റുമുള്ള സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വേണ്ടി ഹാജരായത് ആരാണ്? പി ചിദംബരം, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗ, കപിൽ സിബാൽ, കോൺഗ്രസ് നേതാവ്, മുൻ കേന്ദ്രമന്ത്രിയാ, അഭിഷേക് സിംവിയാണ്. ഇതാ വിഷയം. ഞാൻ ശ്രീ റോജി ജോണിനോട് ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾക്കൊരു അവസരം ഉണ്ടായിരുന്നില്ലേ? ഏത് കേന്ദ്രവും കേരളവും ഭരിച്ചപ്പോൾ മാനേജ്മെന്റുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ കഴിയുമായിരുന്നു, ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ആ അവസരം ഇതൊന്നുമില്ലാതെ മാനേജ്മെന്റ് ഫീസ് കുറയ്ക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പോരാ ഞാൻ കുറയ്ക്കണമെന്ന്. അവർ കുറയ്ക്കില്ലായിരുന്നോ? അതിൽ നിന്ന് പുറകോട്ട് പോയിട്ട് ഈ ചരിത്രം കാര്യമാണ് രാജേഷ്. കരാർ ഒപ്പുവെച്ചതിന് ശേഷം അലോട്ട്മെന്റ് പൂർത്തിയായതിനു ശേഷം പറയുന്നു ഫീസ് കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സ്ഥലത്തും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല. ഒരു ഫീസ് കുറയ്ക്കുന്ന കാര്യം നടക്കുന്ന വിഷയമല്ല. അത് അതിൻ്റെ നിയമവശം പരിശോധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ഫീസ് കുറയ്ക്കുന്നതല്ല ചർച്ചയിൽ വന്നത്. നിർദ്ദേശം ഇല്ലാതായപ്പോ ഏതാനും മാനേജ്മെന്റുകളെ കൂട്ടുപിടിച്ച് നടക്കിയ നാടകത്തിന്റെ ചുരുൾ നിവർന്നിരിക്കുന്നു. അതാണ് സംഭവം. നാടകമാണ്. ഏതാനും മാനേജ്മെന്റുകൾ UDF നടത്തിയ നാടകം. MES-ന് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം 25,000 കാര്യം നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റത്തില്ല. അത് ഞങ്ങളുടെ അജണ്ടയിൽപ്പെട്ടാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട 2 MLA-മാരോടും പറയുന്നു, ഇനി ഫീസിന്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ മുമ്പോട്ട് പോകരുത്. മാനേജ്മെന്റ് അസോസിയേഷന്റെ ഉറച്ച നിലപാട് ഈ എഗ്രിമെന്റ് പോകണം. അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്നത് ഈ മൂന്ന് പേരുടെ കാര്യം മാനേജ്മെന്റ് അസോസിയേഷനും അതുപോലെ ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് അസോസിയേഷനും കരാറിൽ ഒപ്പിടാത്ത 3 കോളേജുകളെയും വെച്ച് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ഫീസ്. നമുക്ക് സമയം വൈകിയത് കൊണ്ട് ചർച്ചയുടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ TV രാജേഷ്, റോജി ജോൺ, ശ്രീ K. മൂസ, എല്ലാവർക്കും നന്ദി.